പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്ത് മന്ത്രിയുടെ സഹോദരൻ ഭരണ പാർട്ടിയായ TDPയുടെ മന്ത്രി BC ജനാർദ്ദനൻ റെഡ്ഡിയുടെ സഹോദരൻ ഭൂപാൽ റെഡ്ഡിയാണ് ഡ്യൂട്ടിക്കിടെ പോലീസ് കോൺസ്റ്റബിളിനെ മർദ്ദിച്ചത്. നവീകരിച്ച ലക്ഷ്മി നരസിംഹ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനിടെയായിരുന്നു സംഭവം. തിരക്ക് നിയന്ത്രിക്കുന്നതിനിടെ തടഞ്ഞുവെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ആ ദൃശ്യങ്ങൾ കാണാം. ക്ഷേത്രത്തിൽ സുരക്ഷാ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെയാണ് മന്ത്രിയുടെ സഹോദരൻ തല്ലിയത്. തുടർന്ന് അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, എന്താണ് ഈ സംഭവത്തിന് ശേഷം എന്തെങ്കിലും പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത് ഇപ്പോൾ? മഞ്ജുഷ്, നിലവിലെ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൊളിമി ഗുണ്ടലയിലുള്ള ശ്രീ ലക്ഷ്മി നരസിംഹ സ്വാമി ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠാ ചടങ്ങിനിടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ ക്ഷേത്രത്തിന്റെ നവീകരണം അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പൂർത്തിയായിരുന്നു. അതിനുശേഷമുള്ള പ്രതിഷ്ഠാ ചടങ്ങായിരുന്നു ഇത്. നിരവധി ഭക്തരും അതുപോലെ തന്നെ TDPയുടെ രാഷ്ട്രീയ പ്രവർത്തകരുമടക്കം ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇത് 2 മന്ത്രിമാർ ചേർന്നായിരുന്നു ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ആനം രാമനാരായണ റെഡ്ഡിയും അതുപോലെ തന്നെ ജനാർദ്ദനൻ റെഡ്ഡിയും 2 പേരും ഈ ചടങ്ങിനെത്തിയിരുന്നു. അപ്പോൾ ഈ ചടങ്ങിനെത്തിയ മറ്റൊരാളായിരുന്നു ജനാർദ്ദനൻ റെഡ്ഡിയുടെ സഹോദരനായിട്ടുള്ള ഭൂപാൽ റെഡ്ഡി എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ചടങ്ങിന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനിടെ ഈ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ജസ്വന്ത് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിൾ ഇദ്ദേഹത്തെയും ഇയാളുടെ കൂടെ വന്നവരെയും തടയുകയായിരുന്നു. അപ്പോൾ ഈ തടഞ്ഞതിലുള്ള പ്രകോപനം കാരണമായിരുന്നു ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടായത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് വാക്കേറ്റം ഉണ്ടാവുകയും അതിനെ തുടർന്നായിരുന്നു ഈ മർദ്ദനമെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് നടന്നതെന്ന് പ്രതികരിച്ചുകൊണ്ട് മന്ത്രിയായിട്ടുള്ള ജനാർദ്ദനൻ റെഡ്ഡി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ആദ്യം ഈ വിഷയത്തിൽ കേസെടുത്തിരുന്നില്ല. എന്നാൽ നിരവധി വിമർശനങ്ങൾക്ക് പിന്നാലെ പോലീസ് ഈ കോൺസ്റ്റബിൾ ആയിട്ടുള്ള ജസ്വന്തിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് നിലവിൽ എടുത്തിട്ടുള്ളത്. മറ്റു തുടർ നടപടികളും സ്വീകരിച്ചു വരികയാണ്. YSR കോൺഗ്രസും ഈ വിഷയത്തിൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ TDP ഉൾപ്പെടുന്ന NDA സർക്കാരിന് കീഴിൽ വളരെയധികം ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നും YSR കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവിച്ചത്. മന്ത്രിമാരും അവരുടെ ബന്ധുമിത്രാദികളും പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ സ്വതന്ത്ര താല്പര്യങ്ങൾക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അത്തരമൊരു സംഭവമാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് YSR കോൺഗ്രസ് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായി പ്രതിപക്ഷം ഇത് വലിയ വിഷയമാക്കി ഏറ്റെടുത്തിട്ടുണ്ട്. ആന്ധ്രയിൽ TDP മന്ത്രി BC ജനാർദ്ദന റെഡ്ഡിയുടെ സഹോദരനായ ഭൂപാൽ റെഡ്ഡിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥനെ ക്ഷേത്രത്തിൽ വെച്ച് മർദ്ദിച്ചത്. അതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം അവിടെ നടത്തുന്നുണ്ട്. കേസെടുത്തിട്ടുണ്ട് ഈ സംഭവത്തിൽ പോലീസ്.